ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ജിമെയിലിൽ എങ്ങനെയാണ് നമുക്ക് സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പലരും നമുക്ക് മെയിൽ അയക്കുമ്പോൾ നമുക്ക് അവരുടെയൊക്കെ മെയിലിൽ ലാസ്റ്റ് പോർഷനിൽ കാണാം അല്ലേ, അവരുടെ സിഗ്നേച്ചർ കാണാം. അതുപോലെ നിങ്ങൾക്കും ഇനി സിഗ്നേച്ചർ വെച്ചിട്ട് മെയിൽ അയക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അതായത് നിങ്ങൾക്കിവിടെ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ജിമെയിലിൻ്റെയും യൂട്യൂബിൻ്റെയും ഒക്കെ ഷോർട്ട് കട്ട് കാണാം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. അതായത് ഷോർട്ട് കട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഡെസ്ക്ടോപ്പിൽ എങ്ങനെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വീഡിയോയിലെ ടോപ്പിക്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ജിമെയിൽ ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ജിമെയിൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിങ്സ് ആണ് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, ഓപ്പൺ ചെയ്യേണ്ടത്. സെറ്റിങ്സ് ആണ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്. ആ സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സി ഓൾ സെറ്റിങ്സ് എടുക്കുക. ദെൻ നമുക്കിങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാം അല്ലേ. അപ്പോൾ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം എന്താണ്, നമുക്കിവിടെ കാണാം സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോ സിഗ്നേച്ചേഴ്സ് എന്നായിരിക്കും നിങ്ങൾക്ക് ആദ്യം കാണാം, അതായത് സിഗ്നേച്ചർ ഇല്ലെങ്കിൽ. അപ്പോൾ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു മെയിൽ ഓപ്പൺ ചെയ്തെടുത്തത്. ഇപ്പോൾ ക്രിയേറ്റ് ന്യൂ അടിക്കുക. ക്രിയേറ്റ് ചെയ്യാനാണ് ക്രിയേറ്റ് ന്യൂ എന്നടിക്കുക. എന്നിട്ട് നെയിം ന്യൂ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. ഓക്കെ, സിഗ്നേച്ചർ 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എത്ര സിഗ്നേച്ചർ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതായത് ഡിപ്പെൻസ്, നമുക്ക് ഫ്രണ്ട്സിനാണ് ഫോർവേഡ് ചെയ്യുന്നതെങ്കിൽ വിത്ത് ലോട്ട്സ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിഗ്നേച്ചർ വയ്ക്കാം. അല്ലെങ്കിൽ ഒഫീഷ്യൽ മെയിലൊക്കെ ആണെങ്കിൽ താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സിഗ്നേച്ചർ 1 എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഇനി എന്താണോ വേണ്ടത്, അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ നെയിം നമുക്കിവിടെ കാണാം അല്ലേ. ഇനി എന്താണ് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ സിഗ്നേച്ചർ. ഒന്ന് ബോൾഡാക്കാം. അതുപോലെ തന്നെ ഇതും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ബോൾഡാക്കാം. വേണമെങ്കിൽ ഇറ്റാലിക്കിലേക്ക് മാറ്റാം. അതുപോലെ ഇതും ഞാനൊന്ന് ഇറ്റാലിക്കിലേക്ക് മാറ്റട്ടെ. ഇനി എനിക്ക് വേണമെങ്കിൽ ഈ ടെക്സ്റ്റിന് കളർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിന് ടെക്സ്റ്റ് കളറാണ് ചൂസ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് കളർ ചൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. കണ്ടോ, കളർ മാറിയിരിക്കുന്നു. അഗെയിൻ ഞാൻ ഇതും കൂടി എടുത്തിട്ട് വേറൊരു കളർ, സെയിം കളർ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ടെക്സ്റ്റിന് കളറും കൊടുത്തു കഴിഞ്ഞു. ഇനി എനിക്ക് വേണമെങ്കിൽ പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. അതായത് ഏതെങ്കിലും ഒരു പിക്ചർ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സിഗ്നേച്ചറിന് പറ്റിയ ഏതെങ്കിലും ഒന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും ലോഗോ ഒക്കെ വെക്കണമെങ്കിൽ ഈ ഇൻസേർട്ട് ഇമേജ് എടുത്തിട്ട് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ലോഗോ വെച്ച് കാണിച്ചു തരാം. ഇൻസേർട്ട് ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. മൈ ഡ്രൈവിൽ ഉണ്ടാവും, വെബ് അഡ്രസ് ഇങ്ങനെ പോയിട്ട് ഏതെങ്കിലും URL നിന്ന് വേണമെങ്കിൽ എടുക്കാം. അതല്ല മൈ ഡ്രൈവിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ അപ്ലോഡ്സിൽ നിന്നാണ് എടുക്കുന്നത്, കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സെലക്ട് എ ഫയൽ ഫ്രം യുവർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റെ ഡെസ്ക്ടോപ്പിലാണ് ഫയൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അപ്ലോഡിങ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വലിയ സൈസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ വരും. സ്മോൾ, മീഡിയം, ലാർജ്, ഒറിജിനൽ സൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്മോൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ സ്മോൾ ആയി പോകും. ഒന്നുകൂടി ഞാൻ ആ പിക്ചറിൽ ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയം ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിതിനെ താഴെ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് താഴെ കൊണ്ടുപോയി സേവ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എല്ലാ ചേഞ്ചസും സേവ് ആയിട്ടുണ്ട്. ഇനി കമ്പോസ് എടുക്കുമ്പോൾ കാണാം, നമുക്ക് കമ്പോസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ സിഗ്നേച്ചർ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു ഐക്കൺ കണ്ടല്ലോ, പെണ്ണിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, അത് ഇൻസേർട്ട് സിഗ്നേച്ചറിനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാനേജ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ സിഗ്നേച്ചേഴ്സും ഇവിടെ ലിസ്റ്റായി കിടക്കുന്നുണ്ടാവും. സിഗ്നേച്ചർ 1 ആണ് എനിക്കുള്ളത്, അതുകൊണ്ട് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഇനി നിങ്ങൾ ആർക്ക് മെയിൽ അയച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിങ്ങളുടെ കണ്ടന്റ് ടൈപ്പ് ചെയ്യാം. ദെൻ ഇങ്ങനെയാണ് നിങ്ങളുടെ സിഗ്നേച്ചർ വന്നിട്ടുണ്ടാവുക. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ സിഗ്നേച്ചർ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വേറൊരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അതായത് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ഇമെയിൽസ് യൂസ് എന്ന് പറഞ്ഞിട്ട് നോ സിഗ്നേച്ചർ എന്നുള്ളടത്ത് സിഗ്നേച്ചർ 1 കൊടുക്കുക. ഓൺ റിപ്ലൈ അല്ലെങ്കിൽ ഫോർവേഡിനും ഞാൻ സിഗ്നേച്ചർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക.
ദെൻ സേവ് ചേഞ്ചസ് എടുക്കുക. ഇനിയൊന്ന് കമ്പോസ് മെയിൽ എടുത്ത് നോക്കാം. കണ്ട, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഐക്കണൊന്നും സെലക്ട് ചെയ്യാണ്ട് തന്നെ നമ്മുടെ സിഗ്നേച്ചർ വരുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.